ഹലോ, ഗുഡ് മോർണിംഗ്. ഇവിടെ അടുത്ത് അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാട്ടും ബഹളമൊക്കെയാണിത്. രാത്രിയും രാവിലെയും ഒക്കെയുണ്ട്. അങ്ങനെ ഞാനെന്തായാലും പിന്നെ എൻ്റെ പണിയിലോട്ട് ഞാൻ കിടന്നു. ഇന്നിപ്പോൾ എന്തായാലും ജോലിക്ക് പോകണം. കള്ളത്തരം പറഞ്ഞ് ലീവൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എനിക്കിന്ന് എന്തായാലും പോയേ പറ്റുള്ളൂ. ചപ്പാത്തി ഞാൻ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിൽ. അതൊന്ന് ആവിയേറ്റിയെടുക്കണം. പ്ലസ് 2 ബോയിൽഡ് എഗ്ഗ്. ചപ്പാത്തി വിജുവിനും ഞാൻ കഴിക്കുന്നത് ബ്രെഡുമാണ്. പിന്നെ എനിക്ക് ഇന്നലത്തെ ലഞ്ചിനാണെങ്കിൽ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ആ മീൻകറി കഴിക്കത്തില്ല. കാരണം ഫ്രഷ് സാധനങ്ങളെ കഴിക്കത്തുള്ളൂ. അന്നുണ്ടാക്കിയ സാധനം അന്നൊന്ന് മാത്രമേ കഴിക്കത്തുള്ളൂ. തലേ ദിവസം കഴിക്കത്തില്ല. അതിപ്പോൾ എത്ര ടേസ്റ്റാണെന്ന് പറഞ്ഞാലും ശരി, അവൻ കഴിക്കില്ല. അതങ്ങനെ ശീലിച്ചു പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അവന് പരിപ്പ് കറി ഉണ്ടാക്കി. പിന്നെ ചേട്ടനെ വിളിച്ചുണർത്തണം, ചായയൊക്കെ കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മീൻ വറുക്കാൻ കയറി. ഈ മീൻ വറുക്കണതൊക്കെ വെറുതെയാണ്. എത്ര വറുത്താലും അതിൻ്റെ ബോഡിയും എന്താ പറയുക, എല്ലും മുള്ളൊക്കെ പല വഴിക്കായിട്ട് പോകും. ഫേസ്ബുക്കിലൊരു കമൻറ്റ് കണ്ടു, സ്റ്റീൽ പാത്രത്തിൽ വറുത്ത് കഴിഞ്ഞാൽ അടിക്ക് പിടിക്കുമെന്ന്. എന്നാൽ ശരി, നോൺ സ്റ്റിക്ക് എടുത്തു. നോൺ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ പുതിയ നോൺ സ്റ്റിക്കൊന്നും അല്ല, കുറച്ച് പഴക്കേറിയ നോൺ സ്റ്റിക്കാണ്. അതിൻ്റെയും പെയിൻറ്റും എല്ലാം ഇളകിയിരിക്കുകയാണ്. പക്ഷേ ഇതിലുണ്ടാക്കിയിട്ടും വലിയ ഗുണങ്ങളൊന്നും ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് വറുക്കാൻ അറിയാത്തത് കൊണ്ടായിരിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാൻ കയറി. ഞാനത് അടയ്ക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ മീൻ കറി എന്ത് ടേസ്റ്റ്! ഇന്നലെ വെച്ച മീൻ കറിയാണ്, പക്ഷേ ഇന്നാണ് എൻ്റെ ടേസ്റ്റ് വന്നത്. ആ ഉപ്പും മുളകും പുളിയൊക്കെ പിടിച്ച് സൂപ്പർ ടേസ്റ്റായിരുന്നു. ദേ എൻ്റെ മീൻ വറുത്തതിരിക്കണുണ്ടോ? അപ്പോൾ ശരി, ബായ്, പണിക്ക് പോട്ടെ.